നിങ്ങളെന്താടോ കീരിയെയും പാമ്പിനെയും പോലെ? ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് കീരിയും പാമ്പും എന്നാണ് നമ്മുടെ ധാരണ. ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? പനാസിയ പരിശോധിക്കും. കീരിയും പാമ്പും ജന്മം കൊണ്ട് തന്നെ ശത്രുക്കളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരവരുടെ ആവാസ വ്യവസ്ഥ കെട്ടിയെടുത്ത് അവിടെ ജീവിക്കുന്ന ജീവികളാണിവ. കീരിയുടെ അഥവാ പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവയുടെ താവളത്തിൻ്റെ പരിസരത്തേക്ക് എതിരാളി വരുന്നതോടെയാണ് കലഹം ആരംഭിക്കുന്നത്. അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അതിജീവനം നടത്താൻ ശ്രമിക്കുന്ന രണ്ട് പാമ്പൻ ജീവികളാണിവ. കീരിയും പാമ്പും പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നു. ചെറിയ കീരിക്കുഞ്ഞുങ്ങളെ പാമ്പും ചെറിയ പാമ്പുകളെ കീരിയും ആഹാരമാക്കുന്നു. അതേപോലെ തന്നെ ഇവയുടെ കൂടിനകത്തേക്ക് പരസ്പരം പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കാനാണ് ഇവ തമ്മിൽ പൊരുതുന്നത്. കീരിയും പാമ്പും തമ്മിലുള്ള 80% പോരാട്ടങ്ങളിലും കീരിയാണ് വിജയിക്കാറുള്ളത്. പ്രധാനമായും ഇത് സാധിക്കുന്നത് കീരിയുടെ ഫ്ലെക്സിബിലിറ്റി മൂലമാണ്. വളരെ വേഗത്തിൽ നീങ്ങാനും ചാടി ഒഴിയാനും പെട്ടെന്ന് വെട്ടിമാറാനുമുള്ള കഴിവ് കീരിക്കുണ്ട്. നേരെ മറിച്ച് പാമ്പിന് വളരെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ നിന്നും പെട്ടെന്ന് കീരിക്ക് ആക്രമണം നടത്തി പാമ്പിനെ കൊല്ലാൻ കഴിയും. മാത്രമല്ല പാമ്പിൻ വിഷം കീരിയെ വലിയ രീതിയിൽ ബാധിക്കാറുമില്ല. കീരിയുടെ ശരീരത്തിൽ നടക്കുന്ന അസറ്റോകൊളിൻ എഫക്റ്റാണ് ഇതിന് കാരണം. അതായത് പാമ്പിൻ വിഷത്തിന് എതിരായ ആൻറ്റിവനം കീരിയുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല പാമ്പിൻ്റെ ശക്തമായ കടി കീരിക്ക് സാധാരണയായി ഏൽക്കാറില്ല. ഇതിൻ്റെ കാരണം ഉയർന്നു നിൽക്കുന്ന കീരിയുടെ രോമാവരണമാണ്. എന്തൊക്കെ തന്നെയായാലും വലിയ പാമ്പിൻ്റെ ശക്തമായൊരു കടി കീരിയുടെയും ജീവനെടുക്കാറുണ്ട്. പാമ്പിനെ പേടിയുള്ള ജനങ്ങൾ അവരുടെ വീടുകളിൽ സാധാരണയായി കീരിയെ വളർത്തുന്നത് പണ്ടുമുതലേ നമ്മൾ കാണാറുണ്ട്. കാരണം മനുഷ്യരുമായിട്ട് വളരെയധികം ഇടപഴകാൻ ശേഷിയുള്ള ഒരു ജീവിയാണ് കീരി. പാമ്പിനെ പേടിയുള്ളവർക്കും ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. ഇതേപോലെയുള്ള വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.